ദേ കിടക്കുന്ന വീണ്ടും ഒരു വീക്കെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ആവില്ല. പക്ഷേ ഈ തവണ വീക്കെൻഡിന് ഞങ്ങൾക്ക് കറക്റ്റ് പ്ലാൻ ആയിരുന്നു. മുൻകൂട്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ബീച്ചിൽ പോകാമെന്ന്. അപ്പോൾ ബീച്ചിൽ പോണതിൻ്റെ ആ ദിവസം ഞങ്ങളൊരു സൺഡേ ആയിരുന്നു ഇത് പ്ലാൻ ചെയ്തത്. ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ സെറ്റ് ചെയ്തു. അതായത് ഏട്ടൻ പോയി കിടന്നുറങ്ങി. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് വേണ്ട അഡീഷണൽ ഡ്രസ്സ് തോർത്ത് എല്ലാം എടുത്ത് വെച്ചു. ബീച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇറങ്ങി അങ്ങനെ എന്താ പറയുക, തല തൊട്ട് കാല് വരെ കുളിച്ച് പൊങ്ങിയിട്ടേ വരുള്ളൂ. രണ്ടും അച്ഛനും മോളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അധികം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഞാനും ചെറുതും ഞങ്ങളൊരു ഓരത്ത് ഇരിക്കുകയുള്ളൂ കേട്ടോ. ചെറുതിന് ഭയങ്കര പേടിയാണ് വെള്ളം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫസ്റ്റ് ചില ടൈമിൽ ആസ്വദിക്കും, അപ്പോഴത്തെ മൂഡ് പോലെയാണ് അവൾ എൻജോയ് ചെയ്യുക. അപ്പോൾ അതേപോലെ അന്ന് ഞങ്ങൾ സൺഡേ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ മുൻകൂട്ടി എന്ത് പ്ലാൻ ചെയ്താലും അത് എന്താ പറയുക ക്യാൻസലാകും. ഒരുപാട് എന്താ പറയുക ആഗ്രഹിച്ചിട്ടായിരുന്നു പൊന്നു ഇരിക്കേണ്ടായിരുന്നത്. പക്ഷേ ഈ തവണ ഞങ്ങളെ വില്ലനായി എത്തിയത് മഴയായിരുന്നു കേട്ടോ. മഴ ഞങ്ങളെ ഫുൾ ചതിച്ചു. എന്താ പറയുക, മഴക്കാർ അങ്ങനെ മൂടി ഫുള്ള് ആകെ ഇരുട്ടി മാനം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി വഴിക്ക് വരേണ്ടി വരും. പിന്നെ ഒന്നാമത് പോണതേ ബീച്ചിലേക്കാണ്. സോ ഞങ്ങൾ എന്താ പറയുക ആ ഒരു ടൂർ അങ്ങനെ മീൻസ് ആ ഒരു ട്രിപ്പ് അങ്ങനെ ക്യാൻസൽ ചെയ്തു. പൊന്നു ഫുള്ള് മൂഡ് ഓഫ് ആയി. അപ്പോൾ അവളുടെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് പോകും, ഇവിടെ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന്. ഏട്ടൻ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ വീണ്ടും കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ട് സുഖമായി പോയി കിടന്നു. പക്ഷെ ഞാനും അവളും ഏട്ടനെ വിട്ടില്ല. ഞങ്ങൾ വീണ്ടും കുത്തി എണീപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്ക്, ചെറിയൊരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് പാർക്കാണ്, പക്ഷെ നിറയെ അവിടെ സ്ലൈഡ്സുകൾ ഉണ്ട് കേട്ടോ. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് പോയത്. ഒരു സൈഡ് മഴക്കാർ മൂടിയിട്ടുണ്ടായിരുന്നു. ശരി, അവിടെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ, മഴ വന്നു കഴിഞ്ഞാൽ ഓടി നമുക്ക് തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് വരാമല്ലോ എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോൾ ഒരു സൈഡ് ഫുൾ മാനം ക്ലിയർ ആയിരുന്നു, ഒരു സൈഡ് ഫുള്ള് മഴക്കാർ മൂടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ എത്തി ഞങ്ങൾ ഈ പാർക്ക് കണ്ടതും പിള്ളേരെ 2 പേരുടെ മൂഡ് ഓഫും പോയി. ചെറുതിന് മൂഡ് ഓഫ് ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ഇവൾക്കായിരുന്നു ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ക്യാൻസലായതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ അത് പോയ ഈ പാർക്ക് കണ്ട വശം തന്നെ 2 പേരുടെ മുഖത്തെ സന്തോഷം കാണും. കുഞ്ഞി പാർക്കാണെങ്കിലും പിള്ളേർ ഒരുപാട് അത് എൻജോയ് ചെയ്തു കേട്ടോ. നമുക്ക് കയറാൻ അതേപോലെ തന്നെ പാരൻസിന് കയറാൻ പറ്റിയ, വലിയ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളും ഈ അടുത്ത് തന്നെ മീൻസ് ആ പാർക്കിൽ തന്നെ ഉണ്ട്. അധികമൊന്നുമില്ല, 1-2 ഇത് മാത്രമേ റൈഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. നമ്മൾ എന്താ പറയുക ഹിപ്പ് എക്സസൈസിന് വേണ്ടിയിട്ടൊരു സംഭവം. അതേപോലെ ഇതിനുള്ള പേരുകൾ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അത് യൂസ് ചെയ്യണവർക്ക് അറിയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ചെറുത് അവിടെ എത്തിയ വശം തന്നെ വാണം വിട്ട പോലെ എല്ലാത്തിലും നേരത്തെ കയറിണ്ടായിരുന്നു. പേടി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതായത് വീണ് കഴിഞ്ഞ് എന്ത് സംഭവിക്കും കൂടെ ചിന്തിക്കാതെ അങ്ങനെ ഓടുകയാണ്. ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടണില്ല. എനിക്ക് അവളെ പിടിച്ചാൽ കിട്ടണില്ല. ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതാണെങ്കിൽ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കയറാൻ പറ്റില്ല, ഇതിൽ ഒരാൾ പിടിക്കാതെ അവൾക്ക് കയറാൻ പറ്റില്ല. ആക്ച്വലി ഇതിൻ്റെ വഴി ഇങ്ങനെയല്ല, വേറെ ആ ലാഡർ വഴി കയറാം. പക്ഷെ അവൾ അത് കയറണില്ല. അവൾ ഇതിൽ കൂടെ കയറിയിട്ട് ഇതിൽ കൂടെ തന്നെ ഉരുണ്ട് വീഴുകയാണ്. എനിക്ക് അവളെ പിടിച്ചാൽ കിട്ടണില്ല. അതേപോലെ തന്നെ സ്ലൈഡും എന്താ പറയുക, കയറിയ വശം തന്നെ ഷൂ പറഞ്ഞിട്ട് വരും. ഒന്നാമത് അവൾ ഇട്ട ഡ്രസ്സ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സിൻ്റെയും കൂടി ഉണ്ട് ഭയങ്കര നൈസായിട്ടൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അവൾ ഇട്ടിരിക്കണം. അതുപോലെ ഭയങ്കര അത് സോഫ്റ്റാണ്. അങ്ങനെ അതിൻ്റെയും കൂടി ഉണ്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് വരും. ഇപ്പം നമ്മൾ ഈവൻ കോട്ടണോ അല്ലെങ്കിൽ ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സ്ലൈഡൊക്കെ വരുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് വരുള്ളൂ. പക്ഷേ ഇത് ഷൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഫുള്ള് ഏട്ടന് കൊടുത്തു അവളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ അവിടെയും ഇവിടെയും നോക്കി ഞാൻ എന്താ പറയുക മൂത്ത ആളെ നോക്കിയും കൊണ്ട് നടന്നു. അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ഇതേപോലത്തെ കുഞ്ഞു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എന്താ പറയുക നല്ല ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. എപ്പോഴെങ്കിലും അവരുടെ ഒരു എപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷത്തിന് മാത്രമേ നമ്മൾ പുറത്ത് പോകുള്ളൂ. നമ്മൾ പിള്ളേരെ അധികം നോക്കില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും പിള്ളേരുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ പിള്ളേരുടെ സന്തോഷം നോക്കിയിട്ട് ഇതേപോലെയുള്ള പാർക്കിലേക്ക് കൂട്ടിയിട്ട് പോവുക. അവർക്കെന്ന് പറയുന്നത് അത് അത്രയും മീൻസ് എന്താ പറയുക സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ എന്തെങ്കിലും പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ എന്താ പറയുക ഒരു 1 hour മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴേക്കും എന്താ പറയുക ചെറുതായിട്ട് മഴ വരാൻ തുടങ്ങി. അത് കാരണം ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇവിടെ ഞാനും ഏട്ടനും ഇവിടെ ഇപ്പുറത്തെ എക്സസൈസ് ചെയ്യണ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ കാണുന്ന സംഭവത്തിലൊക്കെ ഭയങ്കര സ്പീഡിലോട്ട് ഏട്ടനെ ആട്ടി വിടണത്. പക്ഷെ അവൾക്ക് ഒരു പേടിയില്ലാതെ അങ്ങനെ ആടിയും കൊണ്ടിരിക്കുക പിടിച്ചിട്ട്. എനിക്കിത് കാണുമ്പോഴേ തലകറങ്ങുമായിരുന്നു. ഭയങ്കര സ്പീഡിൽ ഞാൻ പറയണ്ടായിരുന്നു മെല്ലെ 2 പേരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഇഷ്ടത്തിന് അവരെ കൊണ്ട് പറ്റണ സ്പീഡിൽ അവർ നല്ല ആർമാദിച്ച് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛനും മോളും കൂടിയിട്ട് എക്സസൈസ് ആയിരുന്നു കേട്ടോ.
ഞാൻ ഇതിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ 2 തവണ മേ ബി ചെയ്ത് കഴിഞ്ഞാൽ വീഴുമായിരിക്കും, ഫ്ലോപ്പായിരിക്കും. ഞാൻ പിന്നെ ഇതിൽ ട്രൈ ചെയ്യാൻ നോക്കിയില്ല. പിന്നെ അതേപോലെ ഹിപ്പ് എക്സസൈസിനുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്കിതിൽ ചെയ്യാൻ ഒരു പേടിയല്ല, വീഴുമോ എന്നുള്ളൊരു പേടി. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണം കിടും എന്നുള്ളൊരു ഉറപ്പാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായി, എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അങ്ങനെ കയറി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉപദേശിച്ച് തരുമായിരുന്നു കേട്ടോ, ഇങ്ങനെയാണ് കാല് വയ്ക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ഞാനും ജസ്റ്റ് വിടാതെ ചെയ്ത് നോക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ടാറ്റാ.